Hi dears, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഒരുമക്ക് അയച്ചു തന്നിനല്ലോ. അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ ചെയ്തിനി. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ആണ് നിങ്ങൾ എനിക്ക് തന്നത്. അപ്പോൾ എന്തായാലും ആ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിനി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. കുറച്ച് പ്രൊഡക്ട്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അയച്ചു തന്നതെന്നുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ആ അയച്ചു തന്നതിൽ എനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് തോന്നിയ കുറച്ച് പ്രൊഡക്ട്സ്, ഒരു 10ഓളം പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഗ്രോ സ്റ്റോർ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങാൻ പറ്റും. ഓഫ്ലൈനായിട്ട് ഇവിടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ തലശ്ശേരി ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാട്സപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. വാട്സപ്പ് ലിങ്ക് വഴി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ വാട്സപ്പ് ലിങ്ക് വഴി കയറാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വാട്സപ്പിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വാട്സപ്പാണ്, ബിസിനസ് വാട്സപ്പാണോ അല്ല നോർമൽ വാട്സപ്പാണോ എന്നുള്ളത് താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലിങ്ക് വർക്ക് ചെയ്യണില്ല ബി എന്നുള്ളൊരു കമൻറ്റ് വന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ലിങ്ക് വർക്കിംഗ് ആണ്. ഞാൻ വേറെ ഫോണൊന്നും ഞാൻ ലിങ്ക് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇങ്ങനത്തെ കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അഥവാ ലിങ്ക് വഴി കയറാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ ഒരു നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ഒരു 10ഓളം ഐറ്റംസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു 10ഓളം ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. നമ്മളെ മോപ്പും ചൂലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്, വോൾ മൗണ്ടഡ് ഹോൾഡറാണ്. അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാനിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മൗണ്ട് ചെയ്തത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്റ്റിക്കർ പോലെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ സ്റ്റിക്കറാണെന്ന് വിചാരിച്ചിട്ട് അത് ഉറപ്പുണ്ടാവും എന്നൊക്കെ നമുക്കൊരു സംശയമായിരിക്കും കേട്ടോ. എനിക്ക് ആ ഒരു സംശയം ഉണ്ട് ഈ സാധനം കൈ കിട്ടിയ സമയത്ത്. പക്ഷേ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിന് വില വരുന്നത് 42 ആണ് കേട്ടോ. ഒരു പീസിന് 42 ആണ് വില വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസമായി യൂസ് ചെയ്യണത്. അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഡോറിൻ്റെ ബാക്കിലായിട്ടുള്ള ഈ ഒരു സ്പേസിൽ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ച ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്തത്. ഇപ്പോൾ ടൈലിൻ്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അവിടെ തന്നെ നിന്നോളും. പിന്നെ വാൾപേപ്പർ ആയപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിൽക്കുമോ എന്നുള്ളത്. പക്ഷെ ഒരു കേടും ഇല്ല, ഇതുവരെ ഒരു കേടും സംഭവിച്ചിട്ടില്ല. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. 10ൽ നമുക്ക് 10 മാർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞാൽ ഇതൊരു പൊള്ളി ഐറ്റാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച സംഗതിയാണ്. അപ്പോൾ ഇത് നമ്മളെ തേടി ഇങ്ങോട്ട് വന്നിക്കണം. അപ്പോൾ വില കൂടുതലായതുകൊണ്ട് വാങ്ങണ്ടേ എന്നുള്ള ഒരു ശങ്കയിൽ നിൽക്കേനി. അപ്പോൾ എന്തായാലും ഇത് ഗ്രോ സ്റ്റോറിൽ 89 ഉറുപ്പിക്കാണ് കേട്ടോ കിട്ടുന്നത്. അത്യാവശ്യം നല്ല വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ള ഒരു ക്ലോത്താണ്. അപ്പോൾ ഇത് വാട്ടർ അബ്സോർബൻ്റ് ആയിട്ടുള്ള, ഇതിൻ്റെ പേര് മാജിക് ടവൽ എന്നാണ്. പേര് പോലെ തന്നെ മാജിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ സ്പോഞ്ച് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ച് ആണെന്നും പറയേണ്ടി വരും, ക്ലോത്ത് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോത്ത് ആണെന്നും പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ജാതി ഒരു മെറ്റീരിയലാണ് കേട്ടോ. കറക്റ്റായിട്ട് എന്താ മെറ്റീരിയൽ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ പേര് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാജിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ എയർ കോണ്ടാക്ട് വരുമ്പോൾ ഇത് കുറച്ച് സ്റ്റിഫായി പോകും, ഈ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലൊന്ന് ഇതുപോലെ നനച്ചെടുത്ത് കഴിഞ്ഞാൽ പഴയ ആ ഒരു രീതിയിലേക്ക് തന്നെ എത്തും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഇത് നല്ലോണം തുടച്ച് നമ്മൾ ഈ ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്ത് ക്ലോത്ത് വെച്ച് തുടച്ചാലും ഒരു പൊടി പോലെ കാണും അല്ലേ. പക്ഷേ ഈ ഒരു മാജിക് ടവൽ വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഒരൊറ്റ വൈപ്പ് തന്നെ നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സംഗതി ഇതിന് 89 ഉറുപ്പിക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് വില കൂടുതലല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് റീയൂസബിൾ ആണ്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലാണ് ഈ ഒരു ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പൈസക്ക് എന്തായാലും വേർത്ത് തന്നെയാണ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇവരാണ് നമ്മളെ മൂന്നാമത്തെ ആള്. അപ്പോൾ ഇത് അധികം ആൾക്കാരെ കാർട്ടിൽ ഉള്ളൊരു സംഗതി ആയിരിക്കും അല്ലേ. കാർട്ടിൽ മാത്രം അവനെ ഒതുക്കി കൂടാൻ കാരണമുണ്ട്. ഇതിന് പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് പിന്നെ വാങ്ങാം, അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ വേർത്താണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ആ ഒരു സംഗതികളൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു സാധനമായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഡിസ്പെൻസർ വിത്ത് സ്പോഞ്ച് ഹോൾഡർ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഭയങ്കര ഗംഭീര പേരാണ് അല്ലേ. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി
വാങ്ങുക. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹൈജീനായിട്ട് നമ്മളെ പാത്രം കഴുകുന്ന സ്പോഞ്ചും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഈ ഒരു ഡിസ്പെൻസറിൻ്റെ വില വരുന്നത് 90 കേട്ടോ. ഇതെല്ലാവർക്കും പരിചയമുള്ള സാധനം ആയിരിക്കും, എന്നാലും ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ ഇതിങ്ങനെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ 3 പാർട്സ് ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അങ്ങനെ ടെമ്പർ ആയിട്ടുള്ള പെട്ടെന്ന് താഴെ വീണാലൊക്കെ പൊട്ടിപ്പോകുന്ന ആ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ താഴത്തെ ഭാഗത്തിൽ നമ്മൾ ഇതുപോലെ ലിക്വിഡ് ഒഴിക്കുക. ഞാൻ ലിക്വിഡും കുറച്ച് വിനാഗിരിയും ആ ഒരു മിക്സാണ് കേട്ടോ എടുക്കൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മേലത്തെ ഭാഗം സ്പോഞ്ച് ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുക. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ സ്പോഞ്ച് കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു സ്പോഞ്ചിലേക്ക് നമുക്ക് ഈ ലിക്വിഡ് ആവും. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഈ സ്പോഞ്ച് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ലിക്വിഡിലിട്ട് മുക്കി പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഹൈജീനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ സ്പോഞ്ച് അവിടെ ഇവിടെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഈ ഒരു ഹോൾഡറിൻ്റെ മുകളിൽ തന്നെ വെച്ചാലും മതി. അപ്പോൾ നല്ലൊരു വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കത്തിയൊക്കെ മൂർച്ചയാക്കുന്ന ഷാർപ്പനറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ പ്രൊഡക്റ്റാണ്. ഈ കത്തിയാണ് നമ്മൾ അധിക വീട്ടമ്മമാർ ഈ സമയം അടുക്കളയിൽ അങ്ങോട്ട് കളയണ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. മൂർച്ചയില്ലാത്ത കത്തി അടുക്കളയിൽ ഉണ്ടെങ്കിൽ എത്ര പണിയെടുത്താലും തീരൂല അല്ലേ. ഒരു 139 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇവൻ അങ്ങോട്ട് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങി വെച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കേണ്ടത് നമ്മൾ തന്നെ മുറിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല മൂർച്ചയാവും കത്തിയൊക്കെ. അപ്പോൾ അത് കയ്യും വിരലൊന്നും മുറിഞ്ഞു പോകാണ്ടിരിക്കണത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ പണികളൊക്കെ വേഗം ഷടപടയെ നമുക്ക് തീർക്കാൻ പറ്റും. നമ്മളെ അരിയലും പിടിക്കലൊക്കെ ആണല്ലോ അടുക്കളയിൽ അധികമുള്ള പണികൾ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബാക്കിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ ഗാഡ്ജറ്റ് ആണെന്നൊക്കെ വിചാരിക്കും. നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് സംഗതി. ലുക്ക് മാത്രമല്ല, ലുക്കിൽ കാര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പം ലുക്ക് മാത്രമല്ല, വർക്കിൽ ഇവൻ ആൾ പുലി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെ കത്തി എടുത്ത് കൊണ്ടുവരിക, ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഒരു 3-4 പ്രാവശ്യം കേട്ടോ ഇതുപോലെ ഓരോ സൈഡിൽ, ഒരു സൈഡിലേക്ക് ഒരു 2 പ്രാവശ്യം, ഒരു സൈഡിലേക്ക് കുറച്ചൊന്ന് ചരിച്ചിട്ട് 2 പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ല മൂർച്ചയായി കിട്ടും കേട്ടോ കത്തി. പിന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങനെ ആക്കരുത് കേട്ടോ. ഒരു ഭാഗത്തേക്ക് തന്നെ ആയിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോഴാണ് ആ ഒരു നല്ല ഷേപ്പിൽ ഷാർപ്പായിട്ട് നമുക്ക് കത്തി കിട്ടുക. ഇത് നല്ല വേർത്തായിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. നല്ല സൂപ്പറാണ്. 139 ഇതിൻ്റെ വില വരുന്നത്. ആ ഒരു വിലക്ക് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ അടുക്കളയിൽ നല്ലൊരു സഹായം തന്നെയായിരിക്കും ഈ ഒരു സംഗതി. അടുത്ത ആളെന്ന് പറയുന്നത് സിലിക്കൻ്റെ ബോട്ടിൽ ക്ലീനറാണ് കേട്ടോ. സിലിക്കൺ ഹെഡായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പിലുള്ള ബോട്ടിൽ ക്ലീനറാണ്. അപ്പോൾ ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിലിക്കൺ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോട്ടിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വില വരുന്നത് 35 ഉറുപ്പ്യേ വരുന്നുള്ളൂ. ഇപ്പം നമ്മളെ കുട്ടികളെ ബോട്ടിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി ഇപ്പോൾ പാലൊക്കെ വാങ്ങുന്ന കുപ്പിയൊക്കെ ആണെങ്കിലും നമുക്ക് ഡെയിലി കഴുകേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ എനിക്കിതിൽ ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴത്ത്, ഈ ഒരു ബ്രഷിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് അത്ര അങ്ങോട്ട് ബ്രസിൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് താഴെ വൃത്തിയാക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് സൈഡ് ഭാഗമാണെങ്കിലും കോർണർ സൈഡൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. സിലിക്കൺ ഹെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉറപ്പിൽ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് വാങ്ങണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു സാധനം കൂടിയാണ്. ഇപ്പം നമ്മൾ കിച്ചണിൽ നിന്നിട്ട് മീനൊക്കെ വൃത്തിയാക്കണ സമയത്ത് ഉറപ്പായിട്ട് എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു തൂളിന്നാണ് കേട്ടോ ഞങ്ങളങ്ങോട്ട് പറയാം. ആ മീനിൻ്റെ മേലുള്ള ആ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ മീൻ ആ ഒരു തൂളിയൊക്കെ പോക്കി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പീലറാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല കുറച്ച് മത്തി, നല്ല അടിപൊളി മത്തി കിട്ടിയിരിക്കണം. അപ്പോൾ അത് മത്തിയുമ്പോൾ തന്നെ ആയിക്കോട്ടെ നമ്മളെ പരീക്ഷണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്, നന്നാക്കുന്ന ആ ഒരു ഭാഗത്ത് ബ്ലേഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പ്ലാസ്റ്റിക് തന്നെ ആ ഒരു സിക്സാഗ് മോഡലായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ബ്ലേഡോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് പണി പാളി, പൈസ പോയി എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നല്ല, നല്ല സൂപ്പറായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലും ചെറിയൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാമെന്നുള്ള രീതിയിലുള്ളൂ കേട്ടോ. ഇത് തെറിക്കണോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു തൂളി, മീനിൻ്റെ ആ ഒരു തൂളി അതിൻ്റെ ആ ഒരു ഉള്ളിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇത് താഴേക്ക് വീഴുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നിൽക്കില്ല. കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ സ്ഥലത്തിന്. ആ ഒരു സിക്സാഗ് മോഡൽ നന്നാക്കുന്ന ആ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷെ തെറിച്ച് പോകണില്ല.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഈ പുറത്ത് കൊണ്ടുപോയിട്ട് മീൻ നന്നാക്കണ ആളല്ല. ഞാൻ ഈ അടുക്കളേൻ്റെ ഭാഗത്ത് ഒന്നാമത് എനിക്ക് പൂച്ചേനെ പേടിയാണ്. മീൻ കൊണ്ടിറങ്ങണ കണ്ട അന്നേരം പൂച്ച വരും കാലിൻ്റെ അടുത്തു നിന്നൊക്കെ കളിക്കേ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പേടിയായതുകൊണ്ട് ഞാൻ അകത്തുനിന്ന് തന്നെയാണ് കിച്ചണിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ മീൻ വൃത്തിയാക്കൽ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു തുളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുമ്പോൾ. അപ്പോൾ പിന്നെ മീൻ മുറിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെ വൃത്തിയാക്കി എടുക്കലാണ്. അപ്പോൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റായി എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പൊട്ടറ്റോ മാഷറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്യിലില്ലേനി സംഗതി ഇത് എനിക്ക് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതങ്ങനെ മറന്നു പോകും, വാങ്ങാനുള്ള സമയം ആകുമ്പോഴത്തേക്ക് അതങ്ങനെ വിട്ടു പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് കൈ കിട്ടി യൂസ് ചെയ്ത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണത്. അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ വില മനസ്സിലായത്. മറ്റേത് നമ്മൾ ഇതുപോലെ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് എന്തെങ്കിലും ഉടയ്ക്കാനുള്ളതൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പൂണിട്ട് കുത്തി 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 ഉടച്ച് ഇങ്ങനെ എടുക്കണം അല്ലേ. ഇതാകുമ്പോൾ ഇതുപോലെ പിടിച്ചൊരു 2-3 പ്രാവശ്യം അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. അപ്പോൾ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് നമ്മളത് മെഷറിംഗ് കപ്സിൻ്റെ ഇങ്ങനത്തെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ. 11 പീസുള്ള ഇങ്ങനത്തെ സെറ്റായിട്ടാണ്, മെഷറിംഗ് കപ്പ് സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ബേക്കിങ്ങിൻ്റെ ആൾക്കാർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന സാധനമല്ല കേട്ടോ. നമ്മളിപ്പോൾ അധികം ആൾക്കാരും വീഡിയോസ് യൂട്യൂബിൽ റെസിപ്പി വീഡിയോസൊക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിലൊരു കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്ന ആ ഒരു മെഷർമെൻറ്റ് തന്നെ എടുക്കേണ്ട റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐറ്റം നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ 47 ഉറുപ്പ്യയുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് സാധനം തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സീലറാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം ആൾക്കാർക്കും അറിയായിരിക്കും അല്ലേ. നമ്മൾ ഈ സ്നാക്സോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ റീഫിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന പാക്കൊക്കെ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലിപ്പ് ടൈപ്പിൽ വരുന്ന സീലറാണ് ഇത്. ടോട്ടൽ 18 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ. 45 ഉറുപ്പ്യക്കാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇതിങ്ങനെ ഇതുപോലെ 3 കളേഴ്സിലായിട്ട് 3 സൈസസിലായിട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കുറച്ച് വലുത്, പിന്നെ അതിൻ്റെ ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു സ്മോൾ സൈസിൽ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് സീൽ ചെയ്യാനുള്ള ഈ ഒരു പാക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വായ്ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ, ഈ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങൂല, അവിടുന്ന് നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. 45 ഉറുപ്പ്യല്ലേ വരുന്നുള്ളൂ. 45 ഉറുപ്പ്യക്ക് ഇതുപോലെ 18 എണ്ണം 3 സൈസിലായിട്ട് ഇതുപോലെ 18 എണ്ണം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ ചെറിയ പാക്കാണെങ്കിൽ ഇതിൻ്റെ ചെറിയ സൈസ് ഉപയോഗിച്ചാൽ മതി. കുറച്ച് മീഡിയം സൈസ് ഉള്ളതുണ്ട്, വലിയ സൈസ് ഉള്ളതുണ്ട്. അപ്പം നമുക്ക് ചെറിയ പാക്കലിലാണെന്നുണ്ടെങ്കിൽ അതിൽ കുടുങ്ങി നിൽക്കണില്ല എന്ന് തോന്നുമ്പോൾ കുറച്ചൊന്ന് ആ ഒരു ഭാഗം സീൽ ചെയ്യാനുള്ള ഭാഗം ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. ജാർ സിബ്ബർ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. 1 ലിറ്ററിൻ്റെ ഉണ്ട്, 150 ml ഉണ്ട്, 500 ml ഉണ്ട്, അങ്ങനെ പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ 150 ml വരുന്നത് 11 ഉറുപ്പ്യക്കാണ്. ഒരു ജാർ സിബ്ബറിൻ്റെ പൈസയാണ് കേട്ടോ 11. പിന്നെ 1 ലിറ്ററിൻ്റെ വരുന്നത് 19 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു സൈസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ സിപ്പ് ലോക്ക് പോലെ എയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ സിപ്പ് ലോക്ക് പോലെയാണ് ഈ ഒരു ഇത് വരുന്നത്. ഒരു ജാറിൻ്റെ ഷേപ്പിലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ നട്ട്സ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കസൂരി മെത്തി, പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് കുറേ കുപ്പികളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ സ്ഥലം പോണ ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഒരു ജാർ സിബ്ബറിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്ഥലവും ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ഫ്രിഡ്ജ് ഓർഗനൈസർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നട്ട്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഗ്രോ സ്റ്റോറിൽ നിന്ന് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അയച്ചു തന്ന ഒരു 22 പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട മസ്റ്റ് ഹാവ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരു 10 പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. 600 ഇന്ന് ഞാൻ കാണിച്ച ഈ 10 പ്രൊഡക്റ്റിൻ്റെയും കൂടി ടോട്ടൽ പ്രൈസ് വരുന്നത് 600 രൂപയാണ്. 500 രൂപക്ക് മുകളിൽ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ 600 രൂപക്ക് 10 കിച്ചൺ പ്രൊഡക്റ്റ്, 10 യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറന്നുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കമൻറ്റ് നമുക്ക് വന്നിന് കേട്ടോ. ഇതുപോലെ
അതുപോലെ ഈ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഡാമേജ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അധികം എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയക്കുക. അഥവാ ഡാമേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതാണ് ഞാൻ ഓരോട് സംസാരിച്ച സമയത്ത് ഒരു പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. പിന്നെ കളറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരും കേട്ടോ. അത് ഒരെള്ള സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചിട്ടാണ്. കളറും കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് ഗ്രോ സ്റ്റോർ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഇതിപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോസിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.